ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് LD ക്ലർക്ക്, അക്കൗണ്ടന്റ്, കാഷ്യർ തുടങ്ങിയ പോസ്റ്റിലേക്ക് PSC നടത്തിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 233/2023. ക്വസ്റ്റ്യൻ: ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവാര്. കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവാര്. സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 ദൗത്യത്തിനു നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? K. ശിവൻ. K. ശിവൻ. ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ബോംബെ യൂണിവേഴ്സിറ്റി. ബോംബെ യൂണിവേഴ്സിറ്റി. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? അരവിന്ദ് പനാഗരിയ. അരവിന്ദ് പനാഗരിയ. ഇന്ത്യയിൽ ചരക്കുസേവന നികുതി GST നിലവിൽ വന്നത് എപ്പോൾ? ഇന്ത്യയിൽ ചരക്കുസേവന നികുതി നിലവിൽ വന്നത് എപ്പോൾ? 1 ജൂലൈ 2017. 1 ജൂലൈ 2017. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം. നീരജ് ചോപ്ര. നീരജ് ചോപ്ര. സ്കൂൾ വിദ്യാർത്ഥിനികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഉണർവ്. ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. 2. താരതമ്യേന വീതി കുറവ്. 3. ഡെൽറ്റകൾ കാണപ്പെടുന്നു. 4. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ശരിയായ പ്രസ്താവനകൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം. 3ഉം 4ഉം. ഡെൽറ്റകൾ കാണപ്പെടുന്നു. അതുപോലെ സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. പ്രസ്താവന 1 അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് പശ്ചിമ തീര സമതലത്തെ കുറിച്ചിട്ടുള്ളതാണ്. പശ്ചിമ തീര സമതലത്തെ കുറിച്ചിട്ടുള്ളതാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ പ്രസ്താവന 2 താരതമ്യേന വീതിക്കുറവ് എന്നതും പശ്ചിമ തീര സമതലത്തെ കുറിച്ചാണ്. അപ്പോൾ കിഴക്കൻ തീരസമതലം താരതമ്യേന വീതി കൂടിയതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 3ഉം 4ഉം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2. മൗണ്ട് K2. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ. മുംബൈ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത. ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം കൽക്കരി. കൽക്കരി.
പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. മേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ഡിഗ്ബോയ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഉപദ്വീപീയ പീഠഭൂമി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണം. ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A ഭാഗം. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം വെള്ള. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏതു ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏതു ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. 1993. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. 1955. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ഇതിൽ വരുന്നത് അരുൺകുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. 3 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 1 2. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രം. ബന്ധമില്ലാത്ത പ്രസ്താവന 2 മാത്രം. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ കോൺഗ്രസ് പിന്തുണച്ചപ്പോൾ മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അതിനെ എതിർക്കുകയാണ് ചെയ്തത്. എന്നാൽ പ്രസ്താവന 2 മാത്രമാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്തത്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. 2 മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. 3 ആസാദിന്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം. 4 നയി താലി എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 4 മാത്രം. തെറ്റായ പ്രസ്താവന. നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ല, മഹാത്മാഗാന്ധിയാണ്. പ്രസ്താവന 4 തെറ്റാണ്. സ്വാതന്ത്ര്യാനന്തര
ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. 1. അഭയാർത്ഥി പ്രവാഹം. 2. വർഗീയ ലഹള. 3. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ. 4. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 3 മാത്രം ഉൾപ്പെടാത്തത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് 1947 ഓഗസ്റ്റ് 15-നാണ്. അതിനുശേഷം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളിയായിരുന്നു 1. അഭയാർത്ഥി പ്രവാഹം. വിഭജനത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും കുടിയേറി. വർഗീയ ലഹള. രണ്ടാമത്തത്, വിഭജന സമയത്ത് വലിയ തോതിലുള്ള വർഗീയ കലാപങ്ങൾ നടന്നു. പിന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 500-ലധികം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഓപ്ഷൻ 3 മാത്രമാണ് വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത്. ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. 2. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. 3. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. 4. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. യോജിക്കാത്തവ 2 മാത്രം. ഓപ്ഷൻ ബി 2 മാത്രം. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് 1784-ലാണ്. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്തെ സംഭാവനയാണെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ദേശീയ വിദ്യാഭ്യാസ മുന്നേറ്റമായി കണക്കാക്കാനാവില്ല. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ്, വന്ദേ മാതരം ദാദാഭായ് നവറോജി, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. 1 ഉം 4 ശരിയായ ജോഡികൾ ഓപ്ഷൻ സി 1 ഉം 4. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുപോലെ കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജിയാണ്, ലാലാ ലജ്പത് റായ് അല്ല. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. അപ്പോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 ഉം 4. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഗദ്ദർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ് മോത്തിലാൽ നെഹ്റു, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AITUC MN ജോഷി, ലാലാ ലജ്പത് റായ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 3 ഉം 4. ഓപ്ഷൻ ഡി. ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപകർ ലാലാ ഹർദയാലും അതുപോലെ സൊഹൻ സിംഗ് ഭക്തൻ ആയിരുന്നു. ചന്ദ്രശേഖർ ആസാദ് അല്ല. അപ്പോൾ രണ്ടാമത്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപകൻ ജയപ്രകാശ് നാരായണൻ, ആചാര്യ നരേന്ദ്രദേവ് തുടങ്ങിയവരായിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപകൻ ജയപ്രകാശ് നാരായണൻ, ആചാര്യ നരേന്ദ്രദേവ് തുടങ്ങിയവരായിരുന്നു. CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരാണ്. CR ദാസും മോത്തിലാൽ നെഹ്റുവും സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരാണ്. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇത് ശരിയായ ജോഡിയാണ്. അതുപോലെ AITUC MN ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ ഉൾപ്പെട്ടിരുന്നു. ഇതും ശരിയായ ജോഡിയാണ്. അപ്പൊ ശരിയായ ജോഡികൾ വരുന്നത് 3 ഉം 4 ആണ്. 3 ഉം 4. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. 2. കോൺഗ്രസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. 3. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നു. 4. INC-യുടെ ആദ്യ പ്രസിഡന്റ്. 2 മാത്രം തെറ്റാണ്. ഓപ്ഷൻ ബി.
അല്ല, ഓപ്ഷൻ ഡി 4, ഓപ്ഷൻ ഡി INCയുടെ ആദ്യ പ്രസിഡന്റ്, അതാണ് തെറ്റ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 4 മാത്രം. ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരുന്ന തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഈ പ്രസ്ഥാനങ്ങളൊക്കെ ശരിയാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INCയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു. കൂടാതെ 3 തവണ 1986, 1893, 1906 പ്രസിഡന്റായും അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 4 മാത്രം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരണം 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയായത്. 2ഉം 3ഉം. ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനത്തിനാണ് രൂപീകരിച്ചത്. ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനത്തിനാണ് രൂപീകരിച്ചത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ഒരു പദ്ധതിയാണ്. അപ്പോൾ പ്രസ്താവന 1 തെറ്റാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിനായി ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ രൂപീകരിച്ചു. ആ പ്രസ്താവന 2 ശരിയാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. അതിന്റെ പ്രസ്താവന 3ഉം ശരിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC രൂപീകരിച്ചത് 1953 1953 1956 നിയമപരമായ അംഗീകാരം ലഭിച്ചു. 1953 രൂപീകരിച്ചു. നിയമപരമായ അംഗീകാരം ലഭിച്ചത് 1956 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടല്ല ഇത് രൂപീകരിച്ചത്. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2ഉം 3ഉം. 2ഉം 3ഉം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അരുണ അസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ഭിക്കാജി ഗാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. 1. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 2. 788 ശങ്കരാചാര്യർ ജനിച്ചു. 3. 1553 കൂനൻ കുരിശു സത്യം. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. ശരിയാ ചോദിക്കുക. 1ഉം 2ഉം 4ഉം ശരിയാണ്. 1ഉം 2ഉം 4. അപ്പൊ ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 1789 ടിപ്പു സുൽത്താൻ മലബാർ ലക്ഷ്യമാക്കി തന്റെ പ്രധാന സൈനിക നീക്കം നടത്തിയത്. ഇത് പിന്നീട് 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേക്ക് നയിച്ചു. അതുപോലെ 788 ശങ്കരാചാര്യർ ജനിച്ചു. ആദ്യ ശങ്കരാചാര്യർ ജനിച്ചത് AD 788 കാലടിയിലാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. അപ്പൊ അതും ശരിയാണ്. 3ാമത്തെ 1553 കൂനൻ കുരിശു സത്യം തെറ്റാണ്. കൂനൻ കുരിശു സത്യം നടന്നത് 1653 ജനുവരി 3-നാണ്. 1653 ജനുവരി 3-നാണ്. മട്ടാഞ്ചേരിയിലാണ് ഈ ചരിത്രപ്രസിദ്ധമായ സംഭവം നടന്നത്. അപ്പം അത് തെറ്റാണ്. 4ാമത്തെ 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും
ചെയ്തു. മുസിരീസ് അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപപ്പെടുകയും ചെയ്തു. പെരിയാറിലുണ്ടായ അതിശക്തമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പുരാതന തുറമുഖമായ മുസിരീസ് കൊടുങ്ങല്ലൂരുള്ളത് നശിക്കുകയും വൈപ്പിൻ ദ്വീപും കൊച്ചി തുറമുഖവും രൂപം കൊള്ളുകയും ചെയ്തു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. 1, തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. 2, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. 3, സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. 4, കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂർ. 2 മാത്രം ശരിയല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 2 മാത്രം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം അല്ല, മലപ്പുറമാണ്. മലപ്പുറം. അപ്പോൾ രണ്ടാമത്തത് തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1, കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. 2, വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. 3, നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ശരിയായത് 2ഉം 3ഉം. ഒന്നാമത്തെ തെറ്റാണ്. വേമ്പനാട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. കൊല്ലം മുതൽ വടക്കോട്ടല്ല. കൂടാതെ ഇതിന് 8 ശാഖകളില്ല. അപ്പോ ആൻസർ ഒന്നാമത്തേത് തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ ശരിയാണ്. വേമ്പനാട്ട് കായലിലെ പുന്നമടക്കായലിലാണ് പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. പ്രസ്താവന 3ഉം ശരിയാണ്. നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. അപ്പൊ ശരിയായ പ്രസ്താവനകൾ 2ഉം 3ഉം ആണ്. ആൻസർ ഓപ്ഷൻ സി, 2ഉം 3ഉം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. 1, 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകി പമ്പ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. രണ്ടാമത്തത് തെറ്റാണ്. 1ഉം 3ഉം ശരിയാണ്. 2 തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന് 244 കിലോമീറ്റർ നീളമുണ്ട്. അത് ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രസ്താവന 1 ശരിയാണ്. പ്രസ്താവന 3 ശരിയാണ്. പമ്പ നദി ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. പ്രസ്താവന 2 തെറ്റാണ്. ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ എന്നിവ എന്ന പ്രസ്താവന തെറ്റാണ്. മുതിരപ്പുഴ പെരിയാറിന്റെ പോഷക നദിയാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു എന്നത് ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 2 മാത്രം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. രണ്ടും മൂന്നും തെറ്റായ പ്രസ്താവനകൾ. 2ഉം 3ഉം. ഓപ്ഷൻ ബി. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സാങ്കേതിക സഹായം നൽകിയ രാജ്യം ചൈനയാണ്. ചൈന, കാനഡയല്ല, ചൈനയാണ്. കാനഡയുടെ സഹായത്തോടെ നിർമ്മിച്ചത് ഇടുക്കി പദ്ധതിയാണ്. അതുപോലെ പ്രസ്താവന 3ഉം തെറ്റാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടിയാണ്. ശബരിഗിരി പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. കേരളത്തിലെ സ്വകാര്യ മേഖല ആരംഭിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലെ മണിയാറാണ്, ടാറ്റ ഗ്രൂപ്പിന്റെ. അതുപോലെ 4ാമത്തെ പ്രസ്താവന ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ആകെ ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ട് ആണ്.
അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്ന്, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നത്. തെറ്റായ പ്രസ്താവനകൾ 1ഉം 3ഉം. തെറ്റായത് 1ഉം 3ഉം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ്, പറമ്പിക്കുളം വന്യജീവി സങ്കേതമല്ല. അപ്പൊ പ്രസ്താവന 1 തെറ്റാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മൃഗം ആനയാണ്. ഈ പ്രസ്താവന ശരിയാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലല്ല. ആ പ്രസ്താവന തെറ്റാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രസ്താവന ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന പറയുന്നത് 1ഉം 3ഉം ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. 1, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജൻഗു. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല KUFOS തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. യോജിക്കാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 4ഉം ആണ്. ഓപ്ഷൻ എ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്, മത്തിയല്ല. അപ്പൊ പ്രസ്താവന 1 തെറ്റാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന ആണ്, PMMSY. ഇത് ശരിയായ പ്രസ്താവനയാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ജൻഗു എന്നത് ശരിയാണ്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്, തിരുവനന്തപുരത്തല്ല. അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ആൻസർ വരുന്നത് തെറ്റായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1ഉം 4ഉം. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13-ന് ഇദ്ദേഹത്തിന്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിനു വേണ്ടി യത്നിച്ചു. എല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവന ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവന ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന 2ാമത്തെ മലയാളി PR ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. ശരിയായത് 2ാമത്തെ 3ാമത്തെ 2ഉം 3ഉം. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. 1, 1947-ലെ മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. 2, 1959-ലെ വിമോചന സമരത്തിന് നേതൃത്വം നൽകി. 3, ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. 4, 1935-ലെ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം 3ഉം ശരിയായത്. ആൻസർ എന്നത് ഓപ്ഷൻ എ. കോഴഞ്ചേരി പ്രസംഗം 1935-ലെ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവനാണ്. C. കേശവൻ. മന്നത്ത് പത്മനാഭനല്ല, C. കേശവൻ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ എന്ത് ഓപ്ഷൻ എ. 1, 2, 3.
കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷ രക്ഷാദൈവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. തെറ്റായത് നാലാമത്തെ പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി, 4 മാത്രം. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു, അത് ശരിയാണ്. കുമാരഗുരുവിനെ പൊയ്കയിൽ അപ്പച്ചൻ എന്നും വിളിക്കാറുണ്ട്. പ്രത്യക്ഷ രക്ഷാദൈവസഭയുടെ സ്ഥാപകൻ, ശരിയാണ്. കുമാരഗുരുവായ പൊയ്കയിൽ അപ്പച്ചനാണ് പ്രത്യക്ഷ രക്ഷാദൈവസഭ സ്ഥാപിച്ചത്. വെട്ടിയാട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതും ശരിയാണ്. വെട്ടിയാട് ലഹളയുമായും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. നാലാമത്തെ, ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു, ഇത് തെറ്റായ പ്രസ്താവനയാണ്. അദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിക്കുകയും സ്വന്തമായി പ്രത്യക്ഷ രക്ഷാദൈവ സ്ഥാപിക്കുകയും ചെയ്തു. നാലാമത്തേന്. അപ്പൊ ആൻസർ എന്ത്? ഓപ്ഷൻ ഡി, 4 മാത്രം. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം, ഘോഷ ബഹിഷ്കരണം, വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു, മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു, എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. സമത്വ സമാജം, അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. 2, 3, 4. 2, 3. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ്, 1836. പണ്ഡിറ്റ് KP കറുപ്പൻ ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല. അപ്പൊ ആൻസർ സമത്വ സമാജം ഇല്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി, 2, 3, 4. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. അരുവിപ്പുറം പ്രതിഷ്ഠ, ടാഗോറിന്റെ സന്ദർശനം, ഗാന്ധിജിയുടെ സന്ദർശനം, ഗുരുവിന്റെ സമാധി. അരുവിപ്പുറം പ്രതിഷ്ഠ 1888, ടാഗോറിന്റെ സന്ദർശനം 1922, ഗാന്ധിജിയുടെ സന്ദർശനം 1925, ഗുരുവിന്റെ സമാധി 1928. ആൻസർ എന്ത്? ഓപ്ഷൻ സി. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാ ഗുരു. 1, 3 ശരിയായ പ്രസ്താവനകൾ പറഞ്ഞാൽ 1, 3, 2 തെറ്റാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിനല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ബോധേശ്വരനാണ് സമർപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിനല്ല, ബോധേശ്വരനാണ് സമർപ്പിച്ചത്. അപ്പൊ രണ്ടാമത്തേത് തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1, 3. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1915, കല്ലുമാല സമരം നടത്തിയത് 1893, 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ശരിയായത് 3, 4. ശരിയായത് 3, 4. വില്ലുവണ്ടി സമരം നടന്നത് 1893 1893 വില്ലുവണ്ടി സമരം നടന്നത്. കല്ലുമാല സമരം നടന്നത് 1915. കല്ലുമാല സമരം നടന്നത് 1915. 1937 ഗാന്ധിജി സന്ദർശിച്ചു പുലയരാജാവ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. മൂന്നാമത്തത് ശരിയാണ്. 4 ശരിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു, അതും ശരിയാണ്. അപ്പൊ 3, 4 ശരിയായത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 3, 4. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, 1891 ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ
1896 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ മാത്രം. ഓപ്ഷൻ സി 3 മാത്രം. ഈഴവ മെമ്മോറിയൽ നടന്നത് 1896 ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലാണ്. 1891 നടന്നത് മലയാളി മെമ്മോറിയലാണ്. അടുത്തത് രണ്ടാമത്തെ. മലയാളി മെമ്മോറിയൽ നടന്നത് 1891 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ്. 1891. പിന്നെ 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായങ്ങൾ ചേർന്ന് നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്. അത് ശരിയാണ്. 3 മാത്രമാണ് ശരിയായത്. അടുത്ത ക്വസ്റ്റ്യൻ. അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അക്കാമ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠസ്വാമികൾ, VT ഭട്ടത്തിരിപ്പാട്. വാഗ്ബടാനന്ദൻ സഹോദര പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പൻ അല്ല, വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. VT ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ. ഭൂമിയിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഭൂമിയിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? 20%. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? കരൾ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ജലം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം. തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. തിരുവനന്തപുരം. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം. അന്നപൂർണ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. റൈസോബിയം. ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക.
ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ഓപ്ഷൻ ബി 1, 2, 4. താഴെ പറയുന്നതിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? താഴെ പറയുന്നതിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരിക്കുക. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ത്രികങ്ങൾ ഡോബറൈനർ, അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ്, അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെൻഡലിയേവ്, ആറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മോസ്ലി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തുവരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം? ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തുവരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം? ഹൈഡ്രജൻ. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി, ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണം, അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം, സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. ഓപ്ഷൻ സി അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം. അടുത്ത ക്വസ്റ്റ്യൻ. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? അൾട്രാസോണിക്. ഓപ്ഷൻ എ അൾട്രാസോണിക്. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? സ്ഥിതികോർജം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരേത്? പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര് ഏത്? പ്രകീർണനം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? പാസ്കൽ. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം പ്രവേഗം. ഏത് സംഖ്യയുടെ 40% 32? 80. 14ന്റെയും 16ന്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 14ന്റെയും 16ന്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 112. 2 3/4 പ്ലസ് 1 1/2 പ്ലസ് 2 1/4 മൈനസ് 3 1/2. 3. 600ന്റെ 8% 48. ഒരു സമചതുരത്തിന്റെ വിസ്തീർണം 64 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ വശത്തിന്റെ നീളം എത്ര? 8. 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം 9/20. 0.3 പ്ലസ് 0.32 പ്ലസ് 2.13 എത്ര? 2.75. സുധീർ ഒരു അലമാര 13,600 രൂപയ്ക്ക് വാങ്ങി. യാത്രാ ചെലവ് 400 രൂപ. അയാൾ അലമാര 16,800 രൂപയ്ക്ക് വിറ്റ ലാഭശതമാനം എത്ര? 20.
5 ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും സാം നേടിയ റണ്ണുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 98, 105, 22, 65, 75. സാമിന്റെ ശരാശരി റൺ എത്ര? 73. സാന്ദ്ര ഒരു സെക്കൻഡ് കൊണ്ട് സൈക്കിൾ 2 മീറ്റർ ദൂരം ചവിട്ടുമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടും? 240 മീറ്റർ. കൂട്ടത്തിൽ പെടാത്തതേത്? ത്രികോണം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 21 + 16 ഹരിക്കണം 2 × 4 - 5 = 48. ഒറ്റയാനെ കണ്ടെത്തുക. 2, 5, 7, 8. 8. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 ആണ്. 4 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാവും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 44. ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 0.015. 4ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ 214. ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ ഉണ്ട്. 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ ഉണ്ടാവും? 12. വലിയ സംഖ്യ ഏത്? 4/5. 5 + 4 × 8 - 6 ഹരിക്കണം 6 = 19/3. താങ്ക് യു.